ഈശോ മിശിഹായിൽ ഏറെ സ്നേഹിക്കപ്പെടുന്നവരെ, നാം ഇന്ന് ശ്ലീഹാകാലം 6-ാമത്തെ ഞായറാഴ്ചയിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. തിരുസഭ ഇന്ന് നമുക്ക് ധ്യാന വിഷയമായി തന്നിരിക്കുന്നത് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായം 27 മുതലുള്ള തിരുവചനങ്ങളാണ്. സുവിശേഷത്തിൻ്റെ ആരംഭത്തിൽ ഈശോയുടെ അടുക്കലേക്ക് അന്ധരായ 2 വ്യക്തികൾ കടന്നു വന്ന് സൗഖ്യം പ്രാപിക്കുന്ന ഭാഗമാണ് നമ്മൾ വായിക്കുന്നത്. തുടർന്ന് ഊമനായ പിശാച് ബാധിതനെ ഈശോ സുഖപ്പെടുത്തുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഈശോയ്ക്കെതിരെ ഫരിസേയ പ്രമാണികൾ ദുരാരോപണം നടത്തുന്നത് നമ്മൾ വായിക്കുന്നുണ്ട്. ഏറ്റവും ഒടുവിലായി ഇടയിലില്ലാത്ത ആടുകളെ പോലെ അലയുന്ന ജനക്കൂട്ടത്തെ നോക്കി ഈശോ അവരോട് അനുകമ്പയോടെ സംസാരിക്കുന്നതും അവർക്ക് സുവിശേഷം പകർന്നു കൊടുക്കുന്നതും നമ്മൾ കാണുന്നുണ്ട്. ഇന്നത്തെ സുവിശേഷത്തിൻ്റെ ആരംഭത്തിൽ തന്നെ ഈശോയുടെ അടുക്കലേക്ക് വരുന്ന ആ 2 അന്ധന്മാരും ഈശോയോട് പറയുന്നത്, കർത്താവേ, ദാവീദിൻ്റെ പുത്ര, ഞങ്ങളിൽ കനിയണമേ എന്നാണ്. അവർ ഈശോയെ സമീപിക്കുമ്പോൾ ഈശോ അവരോട് ചോദിക്കുന്ന ഒരു മറു ചോദ്യമുണ്ട്. എനിക്ക് ഇത് ചെയ്യാൻ കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവോ? അവരുടെ മറുപടി വളരെ പ്രധാനപ്പെട്ടതാണ്. ഓവ് കർത്താവേ എന്നാണ് അവർ മറുപടി പറയുന്നത്. ഇവരുടെ ഈ മറുപടിക്ക് ഉത്തരമായിട്ട് ഈശോ അവരോട് പറയുന്നത്, നിങ്ങളുടെ വിശ്വാസം പോലെ നിങ്ങൾക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈശോ അവരുടെ കണ്ണുകളിൽ സ്പർശിക്കുകയാണ്. ഉടനെ അവരുടെ കണ്ണുകൾ തുറക്കുന്നതും അവർക്ക് കാഴ്ച ലഭിക്കുന്നതും നമ്മൾ സുവിശേഷത്തിൽ കാണുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈശോയുടെ അടുക്കലേക്ക് രോഗസൗഖ്യത്തിനായിട്ട് വരുന്ന അവരുടെ വിശ്വാസത്തെ ഈശോ ഒന്ന് ടെസ്റ്റ് ചെയ്യുന്നതാണ്. നമ്മളുമൊക്കെ പല കാര്യത്തിനായിട്ട് ദൈവസന്നിധിയിലേക്ക് ഓടി വരാറുണ്ട്. നമ്മൾ ഓടിയെത്തുമ്പോഴത്തേക്കും ഒരു പ്രത്യേകത, നമ്മൾ പല വഴികൾ പോയി പലരുടെ അടുത്ത് പോയി ഒന്നിനും ഉത്തരം കിട്ടാതെ വരുമ്പോഴേക്കാണ് പലപ്പോഴും നമ്മൾ ദൈവത്തെങ്കിലേക്ക് തിരിയാമെന്ന് തീരുമാനമെടുക്കുന്നത് തന്നെ. ഇനി ദൈവത്തിന് മാത്രമേ എന്നെ സുഖപ്പെടുത്താൻ കഴിയുള്ളൂ, ദൈവത്തിൻ്റെ പക്കൽ മാത്രമേ എൻ്റെ പ്രശ്നങ്ങൾക്ക് ഉത്തരമുള്ളൂ എന്ന് തിരിച്ചറിയുമ്പോഴാണ് നമ്മൾ ഈ ദൈവസന്നിധിയിലേക്ക് തിരികെ എത്തുന്നത്. മറ്റു വഴികളെല്ലാം നമ്മുടെ മുമ്പിൽ അടഞ്ഞു എന്ന് മനസ്സിലാക്കിയാലേ ചിലപ്പോൾ നമ്മൾ ദൈവത്തെ തേടിയെത്തുകയുമുള്ളൂ. അവിടെയാണ് ദൈവം നമ്മളോടും ഈ ചോദ്യം ചോദിക്കുന്നത്, എനിക്ക് ഇത് ചെയ്യാൻ സാധിക്കുമെന്ന് നീ വിശ്വസിക്കുന്നുവോ? ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നമുക്കുള്ള വിശ്വാസത്തിൽ നിന്നാണ് നമുക്ക് സൗഖ്യം ലഭിക്കുക എന്നതാണ്. നമുക്ക് വിശ്വാസക്കുറവുണ്ടെങ്കിൽ നമുക്ക് ലഭിക്കുന്ന സൗഖ്യത്തിനെയും അത് ബാധിക്കാം എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അന്ധന്മാരെ സുഖമാക്കിയ ശേഷം ഈശോ പിശാച് ബാധിതനായ ഊമനെ സൗഖ്യമാക്കുന്ന ഭാഗം നമ്മൾ വായിക്കുന്നുണ്ട്. ഈശോ ഇവിടെ ഈ പിശാച് ബാധിതനെ സുഖപ്പെടുത്തിയ ശേഷം ഫരിസേയര് ഈശോയ്ക്കെതിരെ തിരിയുന്നുണ്ട്. ഇവൻ പിശാചികളുടെ തലവനെ കൊണ്ടാണ് രോഗസൗഖ്യം നടത്തുന്നത് എന്ന് ഈശോയ്ക്കെതിരെ അവർ ദുരാരോപണം നടത്തുന്നുണ്ട്. ഇതിന് തൊട്ടടുത്ത വാക്യത്തിൽ നമ്മൾ കാണുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈശോ ഇതിനൊന്നും മറുപടി കൊടുക്കാതെ തൻ്റെ മിനിസ്ട്രി ഈശോ തുടർന്നു പോകുന്നതാണ്. അവൻ സിനഗോഗിൽ പഠിപ്പിക്കുന്നതും രോഗസൗഖ്യം നൽകുന്നതും സുവിശേഷ പ്രഘോഷണത്തിനായി നാടെങ്ങും ചുറ്റി സഞ്ചരിക്കുന്നതും നമ്മൾ കാണുന്നുണ്ട്. ഇവിടെ ഈ ഫരിസേയരോടുള്ള ഈശോയുടെ മറുപടി എന്നത് നിശബ്ദതയാണ്. അവൻ അവരോട് പ്രതികരിച്ചോ അവർക്ക് മറുപടി പറഞ്ഞോ തൻ്റെ മിനിസ്ട്രിയെ പുറകോട്ട് വലിക്കുകയോ അല്ലെങ്കിൽ സമയം കളയുകയോ ചെയ്യുന്നില്ല. പകരം നിശബ്ദമായി തൻ്റെ ജോലികളിൽ, തൻ്റെ ദൈവരാജ്യ പ്രഘോഷണത്തിൽ അവൻ യാതൊരു തടസ്സവും കൂടാതെ മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ്. നമുക്കൊന്ന് ആത്മാർത്ഥമായിട്ട് നമ്മുടെ ഹൃദയങ്ങളെ പരിശോധിക്കാം. നമ്മുടെ പ്രവർത്തനങ്ങളിൽ ആരെങ്കിലും നമ്മളെ ഒന്ന് പരിഹസിച്ചാലോ നമുക്കെതിരെ ദുരാരോപണം നടത്തിയാലോ നമ്മുടെ പ്രതികരണം എങ്ങനെയാണ്? ഇവിടെയാണ് ഈശോ നമുക്ക് ഏറ്റവും വലിയ മാതൃകയായിട്ട് മാറുന്നത്. നമ്മൾ പലപ്പോഴും അവർക്ക് മറുപടി കൊടുത്തുകൊണ്ടോ
അവർക്കെതിരെ പ്രതിരോധ വലയം തീർത്തുകൊണ്ടൊക്കെ നമ്മുടെ മിനിസ്ട്രിയിൽ പുറകോട്ട് പോവുകയോ അല്ലെ അവർക്ക് ഉത്തരം കൊടുത്തുകൊണ്ട് നമ്മളെ തന്നെ പ്രതിരോധത്തിലാക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ ഈശോ ഇതിനൊന്നും മെനക്കെടാതെ തൻ്റെ ദൈവരാജ്യ ശുശ്രൂഷയിൽ മുഴുകുന്നതാണ് നമ്മൾ കാണുന്നത്. സ്നേഹമുള്ളവരെ, സുവിശേഷത്തിൻ്റെ അവസാനം ഈശോ ശിഷ്യന്മാരെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. വിളവധികം, വേലക്കാരോ ചുരുക്കം, അതിനാൽ വിളവിൻ്റെ നാഥനോട് പ്രാർത്ഥിക്കും എന്ന്. ക്രിസ്ത്യാനികൾ സ്വതവേ മിഷണറിമാരാണ്. നമുക്ക് കിട്ടിയ വിശ്വാസ വെളിച്ചം മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കാനായിട്ട് നമ്മൾ പോകുമ്പോൾ നമ്മുടെ മനസ്സിലും നമ്മൾ കുറിച്ചിടേണ്ട ഒരു വലിയ കാര്യമാണ് ഈശോ ശിഷ്യന്മാരോട് പറഞ്ഞു കൊടുക്കുന്നത്. വിളവധികം, വേലക്കാരോ ചുരുക്കം, അതിനാൽ വിളവിൻ്റെ നാഥനോട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. അതിനാൽ സ്നേഹമുള്ളവരെ, വിളഭൂമിയിലേക്ക് വേലക്കാരെ ഇറങ്ങുമ്പോൾ വിളവിൻ്റെ നാഥനോടും നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ വിശ്വാസാന്തതയെ നിന്റെ കരസ്പർശത്താൽ നീ സൗഖ്യമാക്കണമെന്ന്. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.